അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയിലെ കലാകായിക സാഹിത്യ സംസ്കാരത്തിലെ പാർട്ട് 10 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി മലപ്പുറം. അപ്പോൾ പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണോ, പാലക്കാടാണോ, വയനാടാണോ, മലപ്പുറമാണോ? ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പം പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ളത്. അപ്പോൾ ഈ പാലക്കാടൻ ജില്ലയിലെ ഒരു നാടൻ ദൃശ്യകലയാണ് ഏതെന്ന് പറയുന്നത് പൊറോട്ടു നാടകം എന്ന് പറയുന്നത്. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിലൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും നടക്കുന്നത് പൊറോട്ടു നാടകം നടക്കുന്നത്. അതേപോലെ തന്നെ മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടങ്ങളിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത്. അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് നമ്മുടെ പൊറോട്ടു നാടകം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പൊറോട്ടു നാടകത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ കലാരൂപത്തിൽ പ്രധാന വേഷങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണെന്നാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ, LDCയിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഏത് ജില്ലയിലാണ് പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ളത്? പാലക്കാട് ജില്ലയിലാണ് പൊറോട്ടു നാടകം പ്രചാരത്തിലുള്ളത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എന്നതാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി വയനാട്. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അപ്പോൾ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത്. ഈ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ഈ കർണാടക സംസ്ഥാനത്തിൻ്റെ ഒരു നാടോടി കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? യക്ഷഗാനം എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ജില്ല ഏതാണ്, ഡിസ്ട്രിക്റ്റ് ഏതാണ്? യക്ഷഗാനമാണ്. അപ്പോൾ യക്ഷഗാനം കൂടുതൽ പ്രചാരം എവിടെയായിരിക്കും? കാസർഗോഡ് ജില്ലയിലാണ് പ്രചാരം ഉണ്ടാവുക. അതേപോലെ തന്നെ കർണാടകയിലെ തീരപ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വേഷവും കാര്യങ്ങളും ഒക്കെ കഥകളിയുമായിട്ട് സാമ്യമുള്ള കലാവിശേഷമാണ് ഏതിനുള്ളത്? യക്ഷഗാനത്തിനുള്ളത്. ബലയാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? യക്ഷഗാനം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി എറണാകുളം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം ഏതാണ്? കോഴിക്കോടാണോ, മലപ്പുറമാണോ, തൃശ്ശൂരാണോ, എറണാകുളമാണോ? നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം ഏതാണ്? കോഴിക്കോടാണ്. ഓർത്തു വെച്ചോളാം, കോഴിക്കോടാണ് ആദ്യത്തെ ശില്പനഗരം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അപ്പം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോടാണോ, എറണാകുളമാണോ, തൃശ്ശൂരാണോ, അതോ തിരുവനന്തപുരമാണോ? നമുക്ക് നോക്കി നോക്കാം ഏതാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്ന്. അപ്പം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ്? തിരുവനന്തപുരം നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ളത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പ്രതിമകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ,
കേരളത്തിലെ ആയോധന കല ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പൂരക്കളി, ഓപ്ഷൻ ബി കോൽക്കളി, ഓപ്ഷൻ സി കരളിപ്പയറ്റ്, ഓപ്ഷൻ ഡി തച്ചോളിക്കളി. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? കേരളത്തിലെ ആയോധന കല ഇതിലേതാണ്? നമുക്കെല്ലാവർക്കും ഉത്തരം അറിയാം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം കേരളത്തിലെ ആയോധന കല ഏതാണ്? കരളിപ്പയറ്റാണ് ഏതെന്ന് പറയുന്നത് ആയോധന കല എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആയോധന കല കരളിപ്പയറ്റ് എന്ന് പറഞ്ഞു. ഈ കരളിപ്പയറ്റാണ് ലോകത്തിൽ ആദ്യമായിട്ട് നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ആയോധന കല എന്ന് പറയുന്നത് ഈ കരളിപ്പയറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാ കലകളുടെയും മാതാവ് എന്നാണ് വിളിക്കുന്നത്. മീൻസ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ബാക്കിയുള്ള എല്ലാ കലകളുടെയും മാതാവ് എന്ന് വിശേഷണത്തിൽ അറിയപ്പെടുന്ന കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കരളിപ്പയറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കേരളത്തിലും അതേപോലെ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് പുരാതനമായിട്ട് അഭ്യസിച്ചു വരുന്ന ഒരു കലാരൂപം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? കരളിപ്പയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആയോധന കല എന്ന് പറയുന്നത് കരളിപ്പയറ്റാണ്. ഈ കരളിപ്പയറ്റിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? എല്ലാ ആയോധന കലയുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? കരളിപ്പയറ്റിനെയാണ്. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ, P.K. കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കരളിപ്പയറ്റ്, ഓപ്ഷൻ ബി ഗദ്ദിക, ഓപ്ഷൻ സി യക്ഷഗാനം, ഓപ്ഷൻ ഡി പൊറാട്ടുനാടകം. ഇതിലേത് കലയുമായിട്ടാണ് P.K. കാളൻ എന്ന് പറയുന്ന കലാകാരൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പം P.K. കാളൻ ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപം എന്ന് പറയുന്നത് ഗദ്ദികയാണ്. ഗദ്ദിക എന്ന് പറയുന്നത് ഒരു ഗോത്ര കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മീൻസ് അത് ഗദ്ദിക എന്ന് ഉദ്ദേശിക്കുന്നത് ഗോത്ര കലാരൂപം എന്ന് പറഞ്ഞു. അതേപോലെ നന്മയുടെ വരവിനെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്ന ഒരു നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രോഗമുക്തി നേടുന്നതിനും സുഖപ്രസവത്തിനും മറ്റുമായിട്ട് വിശ്വാസികൾ ഒരു നേർച്ച നേരുകയും അത് പൂർത്തീകരിക്കുന്നതുമാണ് ഇതിൻ്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോത്ര കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. നന്മയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗദ്ദിക. അതിൻ്റെ അങ്ങനത്തെ ഒരു നൃത്തരൂപമാണ് എന്തെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. പിന്നെ രോഗമുക്തി നേടുന്നതിനും സുഖപ്രസവത്തിനും വേണ്ടിയിട്ടാണ് വിശ്വാസികൾ ഈ നേർച്ച നേരുന്നതും അത് പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗദ്ദികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരൻ ആരാണ്? P.K. കാളനാണ്. അതാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗദ്ദികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആദിവാസി വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ അരനാടാർ, ഓപ്ഷൻ ബി ആളാർ, ഓപ്ഷൻ സി അടിയർ, ഓപ്ഷൻ ഡി ഇരുളർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗദ്ദിക എന്ന് പറയുന്നത് ഒരു ഗോത്ര കലാരൂപമാണെന്ന് പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആദിവാസി വിഭാഗം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? അരനാടാർ, ഓപ്ഷൻ ബി ആളാർ, ഓപ്ഷൻ സി അടിയർ, ഓപ്ഷൻ ഡി ഇരുളർ. ഇതിലേതാണ് റൈറ്റ് ആൻസർ ആണെന്ന് നോക്കാം. അപ്പോൾ ഗദ്ദികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് അടിയറാണ്. ആ ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് ഗദ്ദിക എന്ന് പറയുന്നത് ഒരു ഗോത്ര കലാരൂപമാണെന്ന് പറഞ്ഞു. ഈ അടിയർ വയനാട് ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമാണ്. അതായത് ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് 30 ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഗദ്ദിക എന്ന് പറയുന്നത് ഒരു ഗോത്ര കലാരൂപമാണെന്ന് പറഞ്ഞു. ആ ഗോത്രരൂപം ആദിവാസി വിഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ
താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കുഴിത്താളം, ഓപ്ഷൻ ബി ഇലത്താളം, ഓപ്ഷൻ സി ഇടയ്ക്ക, ഓപ്ഷൻ ഡി മദ്ദളം. ഇതിലേതാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം എന്നത്? അപ്പോൾ പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏതാണ്? കുഴിത്താളമാണ് പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കാത്ത വാദ്യോപകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഓപ്ഷനിൽ ഉപയോഗിക്കാത്തത് ഏതാണ് എന്ന് തന്നതിന് നമുക്കൊന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. 5 ഉപകരണങ്ങളാണ് നമ്മൾ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം, കൊമ്പ്. 5 വാദ്യോപകരണങ്ങളാണ് നമ്മൾ ഏതിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം, കൊമ്പ്. ഈ 5 എണ്ണത്തിൻ്റെ പേര് നമ്മൾ ഓർത്ത് വയ്ക്കണം. കാരണം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉപയോഗിക്കാത്തത് വാദ്യോപകരണം, പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏതാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്ന് അറിയണം. അപ്പം ഏതൊക്കെയാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളായിട്ട് വരുന്നത്? ഇലത്താളമുണ്ട്, തിമിലയുണ്ട്, ഇടയ്ക്കയുണ്ട്, മദ്ദളമുണ്ട്, കൊമ്പുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2 കാണിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇലത്താളവും അതേപോലെ തന്നെ ഇടയ്ക്കയുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലത്താളത്തിന് വേറൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമണി എന്ന പേരിൽ കൂടി എന്തറിയപ്പെടുന്നുണ്ട്? ഇലത്താളം അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഓട്ടുകൊണ്ട് ഓടില്ലേ, ഒരു മെറ്റീരിയലല്ല ഓട്, അതുകൊണ്ട് വൃത്താകൃതിയിലാണ് വാർത്തെടുത്തിട്ടുള്ള ഒരുതരം വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഇലത്താളം എന്ന് പറയുന്നത്. ഒരു ഇലത്താളത്തിൻ്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 2 കിലോഗ്രാം, 2 കിലോ വരുന്ന ഭാരമാണ് ഏതിനുള്ളത്? ഇലത്താളത്തിനുള്ളത്. അപ്പോൾ ഇലത്താളം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇലത്താളത്തിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് കൈമണിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതുകൊണ്ടാണ്? ഓട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇലത്താളത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇടയ്ക്കയെ കുറിച്ചിട്ട് നോക്കാം. ഇടയ്ക്ക എന്ന് പറയുന്നത് താളവാദ്യമായിട്ട് മാത്രമല്ല ശ്രുതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഇടയ്ക്ക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കടും തുടിയുടെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കടും തുടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അതായത് എന്തൊരു തരം തടിയാണ്. അതിൻ്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കരിഞ്ഞാലി, രക്തചന്ദനം, വരിക്കപ്ലാവ്, കാതൽ എന്നിവയിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തടി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ഇടയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെ മരത്തിൻ്റെയാണ്? കരിഞ്ഞാലി, രക്തചന്ദനം, വരിക്കപ്ലാവിൻ്റെയൊക്കെ കാതൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടയ്ക്ക നിർമ്മിക്കുന്നത്. പിന്നെ പഞ്ചവാദ്യം, അതേപോലെ ഇടയ്ക്ക പ്രദക്ഷിണം, അഷ്ടപതി, കൊട്ടിപ്പാടി സേവ എന്നിവയിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇടയ്ക്ക യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇലത്താളവും അതേപോലെ തന്നെ ഇടയ്ക്കും. ഇലത്താളം എന്ന് പറഞ്ഞു കൈമണിയാണെന്ന് പറഞ്ഞു, ഓട്ടുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഏകദേശം 2 കിലോഗ്രാമൊക്കെയാണ് വരിക. ഇടയ്ക്ക എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു, നമ്മൾ കരിഞ്ഞാലി, രക്തചന്ദനം, വരിക്കപ്ലാവിൻ്റെയൊക്കെ കാതൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇടയ്ക്ക ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഏതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? പഞ്ചവാദ്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്ക പ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ആചാരമാണ്, അതിന് യൂസ് ചെയ്യുന്നുണ്ട്. അഷ്ടപതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നതിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മദ്ദളം എന്ന് പറയുന്നത് കേളി, മദ്ദളക്കേളി, പഞ്ചവാദ്യം, കഥകളി, കൃഷ്ണനാട്ടം എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? മദ്ദളം എന്ന് പറയുന്നത്. അതേപോലെ ചക്കയുടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡ്രമ്മാണ് എന്തെന്ന് പറയുന്നത്? മദ്ദളം എന്ന് പറയുന്നത്. ഇതിൽ കളിക്കാൻ വേണ്ടി 2 വശങ്ങളാണുള്ളത്. കൊട്ടാൻ വേണ്ടിയിട്ട് 2 വശങ്ങളുണ്ട്. തുകൽ കൊണ്ട് നിർമ്മിച്ചതാണ് എന്തെന്ന് പറയുന്നത്? അത്
പിന്നെ ഓരോ വശവും വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾ ഏതിലുണ്ട്? മദ്ദളത്തിലുണ്ട്. പിന്നെ മദ്ദളം ഒരു ഭാരമേറിയിട്ടുള്ള ഒരു വാദ്യോപകരണം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? മദ്ദളം എന്ന് പറയുന്നത്. അത് കളിക്കുന്ന ആളുടെ അരയിൽ തൂക്കി കെട്ടിയിട്ടുണ്ടാകും. ആ കളിക്കാരൻ എല്ലാ സമയത്തും പ്രകടനം നടത്തുന്നു. അത് തൂക്കി കെട്ടിയിട്ടായിരിക്കും അവർ എന്തെന്നുണ്ടാവുക? ശബ്ദവും കാര്യങ്ങളൊക്കെ പുറപ്പെടുപ്പിക്കുന്നുണ്ട്. അപ്പം മദ്ദളം എന്ന് പറയുന്നത് ചക്കയുടെ തടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഡ്രമ്മാണ് എന്തെന്ന് പറയുന്നത്? മദ്ദളം എന്ന് പറയുന്നത്. പിന്നെ മദ്ദളം എവിടേക്ക് യൂസ് ചെയ്യുന്നത്? കേളി, മദ്ദളക്കേളി, പഞ്ചവാദ്യം, കഥകളി, കൃഷ്ണനാട്ടം എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? മദ്ദളം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് തിമിലേനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. തിമില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചവാദ്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? തിമില എന്ന് പറയുന്നത്. മധ്യഭാഗത്ത് എന്തായിരിക്കും? തിമിലയ്ക്ക് വണ്ണം കുറവായിരിക്കും. ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവാനായിട്ട് പറ്റും. പിന്നെ നീളത്തിലാണ് തിമിലയുടെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്ലാവിൻ്റെ തടി കളഞ്ഞിട്ടാണ് തിമില കുറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കാലത്തോള് കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഉണ്ടാക്കിയ വട്ടങ്ങൾ വാവിട്ട് മുറുക്കിയിട്ടാണ് തിമിലയ്ക്ക് ശബ്ദവും കാര്യങ്ങളൊക്കെ പുറപ്പെടുപ്പിക്കുന്നത്. തിമില എന്ന് പറയുന്നത് പഞ്ചവാദ്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാദ്യോപകരണമാണ് എന്തെന്ന് പറയുന്നത്? തിമില എന്ന് പറയുന്നത്. മധ്യഭാഗത്ത് എന്തായിരിക്കും? അതിന് വണ്ണവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പ്ലാവിൻ്റെ തടി യൂസ് ചെയ്തിട്ടാണ് തിമില ഉണ്ടാക്കുന്നത്. പിന്നെ കാലത്തോളും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ടാണ് അതിൻ്റെ അറ്റവും കാര്യങ്ങളും ശബ്ദവും കാര്യങ്ങളൊക്കെ പുറപ്പെടുപ്പിക്കുന്നത് അതുവഴിയാണ്. അടുത്തത് ഏതാണ്? കൊമ്പാണ്. കൊമ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? കൊമ്പ് എന്ന് പറയുന്നത്. കൊമ്പ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വെങ്കലത്തിലാണ് കൊമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ വായിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ചെറുവിരലിൻ്റെ വണ്ണത്തിലുള്ളൊരു ഭാഗവും പിന്നെ താഴ്ഭാഗം എത്തുമ്പോൾ എന്തായി വരും? അതായത് ക്രമേണ വ്യാസം കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും വ്യാസം വർദ്ധിച്ച് തുറക്കുന്ന മുകൾ ഭാഗം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഏതിലുള്ളത്? കൊമ്പിനുള്ളത്. പിന്നെ പഞ്ചവാദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? കൊമ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഘനവാദ്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഘനവാദ്യം ഏതാ അല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് PSCക്ക് ക്വസ്റ്റ്യൻസ് തരിക. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഘനവാദ്യങ്ങൾ ഏതാണെന്ന് അറിയണം. 3 ഘനവാദ്യങ്ങളാണുള്ളത്. ചേങ്ങില, ഇലത്താളം, കുഴിത്താളം എന്ന് പറഞ്ഞിട്ട് 3 ഘനവാദ്യങ്ങളാണുള്ളത്. അപ്പോൾ ചേങ്ങില എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കേരളത്തിലെ ഒരു ഘനവാദ്യമാണ് ഏതെന്ന് പറയുന്നത്? ചേങ്ങില എന്ന് പറയുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു വാദ്യം ഓടുകൊണ്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൊട്ടാൻ വേണ്ടിയിട്ടൊരു കോൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. ചെങ്കില എന്നുള്ള പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? ചേങ്ങില അറിയപ്പെടുന്നുണ്ട്. പല വലുപ്പത്തിലും ചേങ്ങില നിർമ്മിക്കുന്നുണ്ട്. മുൻപ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? ചേങ്കില എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഥകളിയിലെ ഒരു പ്രധാന വാദ്യോപകരണമാണ് ഏതെന്ന് പറയുന്നത്? ചേങ്കില എന്ന് പറയുന്നത്. പിന്നെ കൃഷ്ണനാട്ടത്തിലും സംഘക്കളിയിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ചേങ്ങില ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഏതാണ്? ഇലത്താളത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇലത്താളം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലത്താളത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കൈമണി എന്നുള്ളതാണ്. ഇലത്താളത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓടുകൊണ്ടാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ഏകദേശം ഒരു 2 കിലോ ഭാരമാണ് വരുന്നത്. അടുത്ത് നമുക്ക് ഏതാണ് പറയാനുള്ളത്? കുഴിത്താളമാണ് നമുക്ക് പറയാനുള്ളത്. കുഴിത്താളം എന്ന് പറയുന്നത് ഇലത്താളത്തിൻ്റെ വളരെ ഒരു ചെറിയ രൂപമാണ് എന്തെന്ന് പറയുന്നത്? കുഴിത്താളം എന്ന് പറയുന്നത്. കൂത്ത്, കൂടിയാട്ടം ഇവയിലൊക്കെ താളം പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘനവാദ്യമാണ് ഏതെന്ന് പറയുന്നത്? കുഴിത്താളം എന്ന് പറയുന്നത്. പിന്നെ കൂടിയാട്ടത്തിൻ്റെ പ്രാരംഭ രംഗത്തിലും ചില ഗാനങ്ങളിൽ ഇത് ആലപിക്കുന്ന സമയത്ത് കുഴിത്താളം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ബ്രാഹ്മണിപ്പാട്ടിലും താളം പിടിക്കുന്നതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കുഴിത്താളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 3 ഘനവാദ്യങ്ങളാണുള്ളത്. ഇലത്താളം, ചേങ്ങില,
കുഴി, താളം. ഇതെന്തായാലും ഓർത്തു വയ്ക്കണം. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് തന്ത്രിവാദ്യങ്ങളെ കുറിച്ചിട്ടാണ്. 3 തന്ത്രിവാദ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? തമ്പുരു, വയലിൻ, വീണ. അതായത് നമ്മൾക്ക് ഇത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെ തരുന്നത് കേട്ടോ. അപ്പോൾ തമ്പുരു എന്ന് പറയുന്നത് ശ്രുതിവാദ്യങ്ങളിലൊന്നാണ്. ഏതെന്ന് പറയുന്നത്? തമ്പുരു എന്ന് പറയുന്നത്. അപ്പോൾ തമ്പുരു നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാവിൻ്റെ തടി കൊണ്ടാണ് തമ്പുരു നിർമ്മിക്കുന്നതും. പ്ലാവിൻ്റെ തടിയിൽ അകം പൊള്ളയായിട്ട് അതിൻ്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അർദ്ധഗോളാകൃതിയിൽ കുഴിച്ചുണ്ടാക്കിയ ഒരടി വലുപ്പത്തിലുള്ള കുടത്തിൻ്റെ ഷേപ്പാണ് കണ്ടോ ആ കുടവും. അതിനോട് ചേർന്ന് ഉദ്ദേശം 3 അടി നീളത്തിൽ 4 ഇഞ്ച് വണ്ണമുള്ള അകം പൊള്ളയായ ഒരു ദണ്ഡുമാണ് എന്തിലുള്ളത്? നമ്മുടെ തമ്പുരുവിലുള്ളത്. അതിന്മേൽ ഘടിപ്പിച്ചിട്ടുള്ള 4 ബ്രിഡ്ജ് പോലത്തെ 4 ഭണ്ഡരങ്ങളും ഒരു ബ്രിഡ്ജും 4 മണിക്കായകളുമാണ് എന്തിലുള്ളത്? തമ്പുരുവിൽ ഉള്ളത്. പിന്നെ തമ്പുരു എന്ന് വെച്ചാൽ മടിയിൽ വലതുവശത്തായിട്ട് കുത്തനെ നിർത്തിയ ശേഷം വലത് കൈവിരൽ കൊണ്ടാണ് ഓരോ തമ്പുരുവും തന്ത്രിയിലും തട്ടിയിട്ടാണ് തമ്പുരു വായിക്കുന്നത്. അപ്പോൾ തമ്പുരുവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഏതാണ്? വയലിനാണ്. വയലിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തടിയും തന്ത്രിയും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? വയലിൻ എന്ന് പറയുന്നത്. തന്ത്രികളുടെ മുകളിൽ ബോ ഉപയോഗിച്ചിട്ടാണ് വയലിൻ വായിക്കുന്നത്. മീൻസ് ഒരു കോല് പോലത്തെ ഒരു സംഭവമില്ല, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് വായിക്കുന്നത്? വയലിൻ വായിക്കുന്നത്. തന്ത്രികളെ വിരലുപയോഗിച്ച് തട്ടിക്കൊണ്ട് വായിക്കുന്ന ശൈലിയിലും നിലവിലുണ്ട്. ഇന്നത്തെ കാലത്ത് എന്തുണ്ട്? ആ തന്ത്രിയിൽ തട്ടിയിട്ട് വായിക്കുന്ന രീതിയിലും ഉണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് വയലിൻ ആദ്യം പ്രചാരത്തിൽ വന്നിട്ടുള്ളത്. 18-ഉം 19-ഉം നൂറ്റാണ്ടിൽ കൂടുതൽ ഭേദഗതി വരുത്തിയിട്ടാണ് എന്തെന്ന് പറയുന്നത്? വയലിനിൽ വരുത്തിയിട്ടുണ്ട്. അതേപോലെ ശ്രുതിമധുരമായ സംഗീതം പൊഴിക്കുന്ന ഒരു തന്ത്രിവാദ്യമാണ് എന്തെന്ന് പറയുന്നത്? വയലിൻ. അല്ലെങ്കിൽ വേറൊരു പേരിൽ മറ്റേ നമ്മുടെ വയലിൻ അറിയപ്പെടുന്നത് ഫിഡിൽ എന്നുള്ള പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? വയലിൻ അറിയപ്പെടുന്നുണ്ട്. പിന്നെ കർണാടക സംഗീതത്തിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? വയലിൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് വീണയെ കുറിച്ചിട്ടാണ്. വീണ എന്ന് പറയുന്നത് ഒരു തന്ത്രിവാദ്യമാണ്. ഏതെന്ന് പറയുന്നത്? വീണ എന്ന് പറയുന്നത് കർണാടക സംഗീത കച്ചേരിയിൽ വാദ്യമായിട്ടും തനിച്ചും ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ്. ഏതെന്ന് പറയുന്നത്? വീണ എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു വാദ്യോപകരണമാണ്. ഏതെന്ന് പറയുന്നത്? വീണ എന്ന് പറയുന്നത്. ഒറ്റത്തടിയിൽ തീർത്ത കുടം പോലത്തെ ദേഹവും നീണ്ട കഴുത്തും പിച്ചള കൊണ്ട് നിർമ്മിച്ച ഫ്ലറ്റുകളും ശ്രുതി മുറുക്കുന്ന കീകളും 7 തന്ത്രികളും ഉൾപ്പെട്ടതാണ് വീണയുടെ ഘടന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് കുറേ ഭേദഗതികളൊക്കെ ഉണ്ട്. വിചിത്ര വീണ, ഗായത്രി വീണ, രുദ്രവീണ എന്നുള്ള രീതിയിലൊക്കെ വീണേനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വെച്ചാൽ ഇത് തന്ത്രിവാദ്യങ്ങൾ ഏതൊക്കെയാണ്? വീണയുണ്ട്, വയലിനുണ്ട്, തമ്പുരുണ്ട്. അതേപോലെ തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ഏതാണ്? വീണയാണ് അറിയപ്പെടുന്നത്. പിന്നെ മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇതൊന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീണയും വയലിനും തമ്പുരുവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന മരത്തിൻ്റെ തടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ പ്ലാവിൻ്റെ തടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീണയും വയലിനും തമ്പുരുവും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ പോർഷൻ അവസാനിക്കുകയാണ്. ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൊറോട്ട നാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് പൊറോട്ട നാടകം പ്രചാരത്തിലുള്ളത്. അതേപോലെ തന്നെ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് പ്രചാരത്തിലുള്ള യക്ഷഗാനം പ്രചാരണത്തിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം ഏതാണ്? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം വരുന്നത്. പിന്നെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ്? തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. പിന്നെ കേരളത്തിലെ ആയോധന കല ഏതാണ്? കളരിപ്പയറ്റാണ് കേരളത്തിലെ ആയോധന കല എന്ന് പറയുന്നത്. പിന്നെ ഏതാണ് നമ്മൾ പറഞ്ഞത്?
പിന്നെ നമ്മൾ പറഞ്ഞത് PK കാളൻ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഗദ്ദിക എന്ന് പറയുന്ന കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ് ആരെന്ന് പറയുന്നത്? PK കാളൻ എന്ന് പറയുന്നത്. പിന്നെ ഗദ്ദിക അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗോത്ര കലാരൂപമാണെന്ന് പറഞ്ഞു. ഒരു ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ആദിവാസി ആദിവാസി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? അടിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഗദ്ദിക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഇലത്താളം, തിമില, ഇടയ്ക്ക, മദ്ദളം, കൊമ്പ്. ഇതൊക്കെ എന്തായാലും ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമാണ് ഇത് ഓർത്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കാത്ത ഉപകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഘനവാദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് ഘനവാദ്യങ്ങളായിട്ട് വരുന്നത്? ഇലത്താളം വരുന്നുണ്ട്, ചേങ്ങില വരുന്നുണ്ട്, കുഴൽ താളം വരുന്നുണ്ട്. ഇത് 3 ഏത് ഘനവാദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ്? തന്ത്രിവാദ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് തന്ത്രിവാദ്യങ്ങളായിട്ട് വരുന്നത്? വീണ, വയലിൻ, തമ്പുരു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഈ വീണയും വയലും തമ്പുരുവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ തടി ഏതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഏത് മരത്തിൻ്റെ തടിയാണ് യൂസ് ചെയ്യുന്നത്? പ്ലാവിൻ്റെ തടി യൂസ് ചെയ്തിട്ടാണ് ഏതൊക്കെ നിർമ്മിക്കുന്നത്? വീണയും വയലിനും തമ്പുരുവിനും ഒക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലെനിനോൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.